നമസ്തേ. വൈക്കം വലിയ കവല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രണ്ടാമത് സമ്പൂർണ്ണ നാരായണീയ പാരായണം നമോ നാരായണീയം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നിർവഹിച്ചു. दीपो हरतु मे पावं दीपज्योति नमोस्तुते. ओम असतो मा सत्यमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय. ओम शान्ति शान्ति शान्ति. 2025 ഏപ്രിൽ 28 മുതൽ മെയ് 27 വരെ 30 ദിവസങ്ങളിലായി 34 സമിതികൾ പങ്കെടുക്കുന്ന നാരായണീയ പാരായണത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകുന്നേരം വിവിധ സാമുദായിക സംഘടനാ ഭാരവാഹികളുടെ സാന്നിധ്യത്തിലാണ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നിർവഹിച്ചത്. ലോകത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിച്ച ഏകരാജ്യം ഭാരതമാണെന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മോക്ഷം എന്ന ഹിന്ദു സങ്കല്പത്തിന്റെ പ്രാധാന്യവും പവിത്രതയും മഹത്വവും എത്രത്തോളമെന്നും സംസാരിച്ചു. ഈ പണമുണ്ടെങ്കിൽ എനിക്ക് ലോകത്തുള്ള എല്ലാം നേടാമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഒന്നാമത്തെ അജ്ഞത. രണ്ടാമത്തേതോ ഈ ലോകത്തുള്ള സുഖസൗകര്യങ്ങളൊക്കെ തന്നെ ഈ പണം ഉപയോഗിച്ച് അനുഭവിക്കണം എന്ന് വിചാരിക്കുന്നതാണ് രണ്ടാമത്തെ അജ്ഞത. മൂന്നാമത്തേതോ ഞാൻ കുറിച്ചു വെച്ചിരുന്നതാണ്, മറന്നു പോകാതിരിക്കാൻ. മൂന്നാമത്തേതോ ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിക്കുന്നതാണ് മൂന്നാമത്തെ അജ്ഞത. നാലാമത്തേതോ ഈ പ്രപഞ്ചമാണ് സത്യം, അല്ലെങ്കിൽ ഈ ഭൂമിയാണ് സത്യം, അതിനപ്പുറം ഒരു സത്യമില്ല. ഇങ്ങനെ 4 രീതിയിലുള്ള ചിന്താഗതിയുള്ള വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അറിവില്ലാത്തവർ. വളരെ കൃത്യമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്കൂ, എത്ര ക്ഷണികമാണ് നമ്മുടെ ജീവിതം, എത്രയോ നിസ്സാരമാണ്. നമ്മളിരിക്കുന്നു, നമ്മളൊക്കെ സത്യസന്ധമായിട്ട് ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളുടെ മഹാഭൂരിപക്ഷവും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഭഗവാനെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകണേ, എൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടണേ, എൻ്റെ കൊച്ചുമക്കൾക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കണേ എന്ന് മാത്രമായിട്ട് വളരെ ലിമിറ്റഡായി സ്വാർത്ഥ ബുദ്ധിയോടുകൂടിയാണ് നമ്മളിലെ മഹാഭൂരിപക്ഷവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഭാരതീയമായ കാഴ്ചപ്പാട് അതായിരുന്നില്ല. ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും സുഖം ഉണ്ടാകണേ ഭഗവാനെ. ആ നാടിന്റെ പേരായിരുന്നു ഭാരതം, ആ ധർമ്മത്തിന്റെ പേരായിരുന്നു ഹിന്ദുധർമ്മം. അതിനുപരിയായിട്ടൊന്നുമില്ല. നമുക്കറിയാം എന്താണ് ഹരിനാമകീർത്തനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഔദംബരത്തിൽ മശകത്തിന് തോന്നും അതിമീരെ കഥാവി സുഖമില്ലെന്ന്. ഈ എന്താ ഔദംബരം? അത്തിപ്പഴത്തിനകത്ത് നിന്ന് അത് തിന്നുന്ന പുഴുക്കൾക്ക് തോന്നും എത്രയോ സുഖമാണ്. സുന്ദരമായിട്ട് അത്തിപ്പഴം കഴിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന ആ പുഴു നിസ്സാരമായ ജീവിയ അടുത്ത സെക്കൻഡ് അത് മരണപ്പെടാം. ആ അത്തിപ്പഴത്തിന് എത്ര നാളായുസുണ്ട്? വളരെ നാളൊന്നും അത്തിപ്പഴത്തിന് ആയുസില്ല, കുറച്ചു നാൾ ആയുസുള്ള ഈ അത്തിപ്പഴത്തിനകത്ത് സുഖലോലിപതയോടുകൂടി ആസ്വദിച്ച് കഴിക്കുന്ന ആ പുഴു, അതാണ് ഹരിനാമകീർത്തനത്തില് എഴുത്തച്ഛൻ രാമാനുജൻ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഔദംബരത്തിൽ മശകത്തിന് തോന്നും അതിമീരയ്ക്ക് കഥാവി സുഖമില്ലെന്ന്. എനിക്ക് അതിനപ്പുറം യാതൊരു സുഖവുമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം പ്രഖണ്ഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അജിത് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് കെ നായർ സ്വാഗതം അറിയിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന സത്സംഗ പ്രമുഖ് കെ എസ് ഓമനക്കുട്ടൻ, ഭാരതീയ വിചാര കേന്ദ്രം വൈക്കം പ്രഖണ്ഡ് പ്രസിഡന്റ് കെ രാജീവ്, മുതിർന്ന കാര്യകർത്താവ് സോമശേഖരൻ നായർ എന്നിവർ ആശംസകൾ അറിയിച്ചപ്പോൾ മുതിർന്ന കാര്യകർത്താവ് SNV വിജയകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി.